ഖബറടക്കത്തിന്റെ നേതൃത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നടത്തിയിട്ടുണ്ടല്ലോ. ആ ബദരീങ്ങളുടെ ഖബറിന്റെ അടുക്കൽ അള്ളാന്റെ റസൂൽ പെട്ടിവെച്ച് പിരിവ് നടത്തിയിരുന്നുവോ? ആ ബദരീങ്ങളുടെ ഖബറിന്റെ അടുക്കൽ മുത്ത് മുസ്തഫ വിളക്ക് കൊളുത്തിയിരുന്നുവോ? ആ ബദരീങ്ങളുടെ ഖബറിന്റെ അടുക്കൽ അള്ളാന്റെ റസൂൽ എണ്ണ ഒഴിച്ചിരുന്നുവോ? ആ ബദരീങ്ങളുടെ ഖബറിന്റെ മീതെ പച്ച കൊണ്ടോ മറ്റു വർണ്ണങ്ങളിലുള്ള പട്ടുകൾ കൊണ്ടോ തുണി കൊണ്ടോ മൂടിയിരുന്നുവോ? അവിടെ ചന്ദനത്തിരി കത്തിച്ചിരുന്നുവോ? അവിടെ ഊത് കത്തിച്ച് പുകച്ചിരുന്നുവോ? അവിടെ ചുറ്റുമിങ്ങനെ വലം വെച്ചിരുന്നുവോ? അതിന്റെ മുമ്പിൽ സുജൂദിന്റെ കോലത്തിൽ കിടക്കുമായിരുന്നുവോ? ആ ഖബറുകളെ ചുംബിക്കാറുണ്ടോ? അതിനെ തൊട്ട് വന്ദിക്കാറുണ്ടോ? അതിന്റെ ചുറ്റും വലം വെക്കാറുണ്ടോ? ചോദിക്കും ജനങ്ങള്, ചോദിക്കണം ജനങ്ങള്, ചോദിക്കണം. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിൽ നിങ്ങൾ ഈ പറയുന്ന ആദർശം എവിടെ? ഉറൂസ് എന്ന പേരിട്ടിട്ട് അതേ ആ വ്യക്തിയുടെ ഖബറിന്റെ സമീപത്തേക്ക് ചെന്നിട്ട് ആ വ്യക്തിയെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നവന്റെ വിശ്വാസം എന്താണ്? ഖബറിന്റെ സമീപത്ത് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഖബറിന്റെ സമീപത്ത് അല്ലാഹു ഒരു മലക്കിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് പോലും. മുസ്ലിയാക്കന്മാര് നോട്ട് ചെയ്ത് വെക്കണം. ഈ സമൂഹത്തോട് നിങ്ങൾ പറയണം, പാവപ്പെട്ട ജനങ്ങളോട് നിങ്ങൾ മറുപടി പറഞ്ഞു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഈ വിശ്വാസമുണ്ടോ? ഏത് ഖബറിന്റെ അടുക്കലാണ് ആ ഖബറാളിയോട് പോയി ചോദിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്? ചോദ്യം 1. 2, അങ്ങനെ പോയി ചോദിക്കുന്നവർക്ക് ഉത്തരം കൊടുക്കാൻ വേണ്ടി ആ ഖബറിന്റെ സമീപത്ത് അല്ലാഹു ഒരു മലക്കിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ എഴുതി വിട്ടിട്ടുണ്ട്. അതിന്റെ തെളിവെന്ത്? അതിന് ആയത്തോദനം, നിങ്ങൾ ഹദീസ് ഓതണം. അല്ലാഹു അതാ മഹാത്മാക്കളുടെ ഖബറിന്റെ സമീപത്ത് പോയി അവരെ വിളിച്ച് ചോദിക്കുന്നവർക്ക് ഉത്തരം കൊടുക്കാൻ വേണ്ടി മലക്കിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നോ, എഴുതുന്നോ, പറയുന്നു? തെളിവ് പറയൂ. 3ാമത്തെ ചോദ്യം അതാ ഒരൊറ്റ കാര്യത്തിന്റെ കൂട്ടത്തിൽ തന്നെ പറയട്ടെ. 3ാമത്തെ കാര്യം കൂടെ. അതല്ലെങ്കിൽ നിങ്ങൾ പറയുന്നു മലക്കിനെ ഏർപ്പാട് ചെയ്യാതെ തന്നെ ഔ യഖ്ദീ ബിനഫ്സിഹി തലബാത്ത്, അതേ ആ വലിയ തന്നെ ഖബറിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്നു. യഖ്റുജുൽ വലിയു മിൻ ഖബരിഹി, വലിയ തന്നെ ഖബറിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ചാടും. എന്നിട്ട് വയഖ്ദീ ബിനഫ്സിഹി തലബാത്ത്, ആവശ്യപ്പെടുന്നവരുടെ ആവശ്യങ്ങൾ ആ വലിയ തന്നെ നേരിട്ട് വന്നിട്ട് അങ്ങോട്ട് വീട്ടിക്കൊടുക്കുന്നു, നിർവഹിച്ചു കൊടുക്കുന്നു. ആയത്ത് പറയൂ, ഹദീസ് പറയൂ. നിങ്ങളുടെ സ്വന്തം പോക്കറ്റിലെ കാലകീലകൾ വേണ്ട. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അവർ വിശ്വസിക്കുന്നത് ഖുർആനാണ് ഒന്നാമത്തെ പ്രമാണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനങ്ങളാണ്. അതേ ആ ഖുർആനിന്റെ വ്യാഖ്യാനം എന്ന നിലക്ക് അവിടുത്തെ അധ്യാപനങ്ങൾ മുഴുവനും സത്യമാണ്. ആ പ്രമാണങ്ങളിൽ എവിടെയാണ് ഇങ്ങനെ ഖബറിന്റെ സമീപത്ത് പോയി വിളിക്കാമെന്ന് പറഞ്ഞത്? വിളിക്കുന്നവർക്ക് സഹായിക്കാൻ അവിടെ മലക്കിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്ന നുണ. 3ാമത്തെ നുണ, അതല്ലെങ്കിൽ ഖബറിൽ നിന്ന് തന്നെ വലിയ പുറത്തേക്ക് സ്വന്തം തന്നെ വരും എന്നിട്ട് സഹായിക്കുമെന്ന്. ഓ ഉറൂസ് നടത്തുന്നവരെ, എന്ത് മാതൃകയാണ് സുന്നത്ത് ജമാഅത്തിലുള്ളത്? ബദരീങ്ങളുടെ ഖബറിന്റെ അടുക്കൽ ആരാണ് ഉറൂസ് നടത്തിയത്? ആ ഡേറ്റ് ഒന്ന് പറയാമോ? അവിടെ ഏതിനെയാണ് അറുത്തത്? ഒട്ടകത്തെ ആയിരുന്നുവോ, ആട്ടിനെ ആയിരുന്നുവോ, പശുവിനെ ആയിരുന്നുവോ? എന്താണ് അവിടേക്ക് കാണിക്ക കൊണ്ടുപോയത്? ഏത് നിറത്തിലുള്ള ഡ്രസ്സ് കൊണ്ടാ ബദരീങ്ങളുടെ ഖബർ മൂടിയത്? ഏത് എണ്ണയൊഴിച്ചിട്ടാ അവിടെ വിളക്ക് കൊളുത്തിയത്? തെളിവ് പറയണം ചരിത്രത്തിൽ നിന്ന്. ഇല്ല ഇല്ല, ഖിയാമത്ത് നാൾ വരെ ഉദ്ധരിക്കാൻ സാധ്യമല്ല.